ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 62 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരായിരിക്കും ഔട്ട് ആവുക എന്നുള്ളത് അൺഒഫീഷ്യൽ പോളിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രീരേഖ ചേച്ചിക്കാണ് ഏറ്റവും വോട്ട് കുറവ്. ചരണ്യയും നന്ദനയും തൊട്ട് പുറകെയുണ്ട്. അപ്പൊ ഇതിൽ 3 പേരിൽ 2 പേര് നാളെ ഔട്ട് ആവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ 3 പേരുമാണ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലും വന്നിട്ടുള്ളത്. സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. 18 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് നമ്മൾ തിരിച്ചെടുത്തു കൊണ്ടുവന്ന ചാനലാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ വീഡിയോ ഇട്ടു. സോ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ റിയാക്ഷനിലേക്ക് പോവാം. രാവിലെ 8:30. ബിഗ് ബോസ് എന്ന് ഉറങ്ങിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. 8:30 പാട്ടിട്ടെ. ഐ സാബുച്ചേട്ടൻ റൂം കയറി കിടന്ന ചേച്ചി ചിന്തോനെ വലിച്ചിട്ടോട്. എന്താ രശ്മിനെ ടൈമിങ് തെറ്റി, ആരും കണ്ടില്ല. കൈ താഴെട്ടോ. ശ്വേത മേനോൻ ഓടിയപ്പോ രശ്മി വിചാരിച്ചു അത് സ്റ്റെപ്പാന്ന് പറഞ്ഞ് പുറകോടാ. ശ്വേത ചേച്ചി ഒറ്റ ഓട്ടം. രശ്മി അയ്യോ ചമ്മി, തിരിച്ചു പോവാം. ശ്വേത മേനോൻ ബി ലൈക്ക് ഞാൻ പോകുന്നു, ബൈ. എന്നാലും അൻസിബേനെ കാണാനില്ല. ഇനി പേപ്പറിൽ പരസ്യം കൊടുക്കേണ്ടി വരൂ. സിജ അതിപ്പോ ലാഭായില്ല. അബി എനിക്കില്ലേ അപ്പൊ ഞാൻ പൊട്ടനാ. അത് ശരി, ഡയമണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചു എന്നാണ് നമ്മുടെ സാബു പറയണത്. നല്ല തപ്പാണോ? ഇപ്പൊ രാവിലെ തൊട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഡയമണ്ട് തപ്പാണ്. അയ്യോ എനിക്ക് വയ്യ ദൈവമേ. ചൂട് 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 അതിലുണ്ട്. ജിൻഡോ ചേട്ടാ അത് പൊളിക്കോ? അവസാന യുദ്ധം. നന്ദന ഇയാൾ ഇവിടെ നോക്കടാ എന്ന് ഞാനും നോക്കട്ടെ. അതിൽ ഐസ് ഇല്ലേ, ഐസ് ക്യൂബിനകത്ത് നോക്കുന്നുണ്ട്. അപ്പൊ സായി പറയാണ് നമ്മുടെ ശ്രീരേഖ ചേച്ചി ഫ്രിഡ്ജിൽ പോയിട്ട് ഐസ് ക്യൂബ് വരെ തപ്പി നോക്കി. സാബു എന്നിട്ട് കിട്ടിയില്ലേ? നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഡയമണ്ട് ഉണ്ട്. നിങ്ങൾ അതിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ തപ്പിയിട്ടുണ്ട്. പോയി നോക്കിയേ സ്ഥലത്ത് എവിടെയുണ്ട്. നന്ദന യെസ് എനിക്ക് കിട്ടി. സ്മോക്കിംഗ് റൂം തന്നെ പോയി തപ്പി നോക്കി. ഇന്നും ഒരു മിനിറ്റ്. അതേപോലെ നമ്മുടെ ശ്വേത ചേച്ചി പറയാണ് ജിൻഡോ ഡയമണ്ട് കാണിച്ചു കൊടുത്തേ പറഞ്ഞപ്പോ ജിൻഡോ ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടെ ഒരു ഉണ്ട കാണിച്ചു കൊടുക്കും. മലയാളികളെല്ലാം അല്ല ജിൻഡോ ചേട്ടാ, അപ്പൊ ജിമ്മി പോയപ്പോ മസിൽ വെട്ടി കയറിയതല്ലേ? കറക്റ്റാ. ഹോട്ട്സ്റ്റാർ ഫാൻസ് ഓൺ കോൺടെസ്റ്റില് വന്ന ചോദ്യമായിരുന്നു ആരെ സാരി ഉടുപ്പിച്ച് നടത്തണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഋഷീനെയാണ് എല്ലാവരും സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഋഷി സാരി ഉടുത്ത് നടക്കുന്നത് കാണാം. ഞങ്ങളുടെ ആഗ്രഹം ഋഷീനെ മേക്കപ്പ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന അഭിഷേകും ജിൻഡോ. നിനക്ക് ഇപ്പഴത്തെ കവളാണോ അപ്പുറത്തെ കവളാണോ ഇഷ്ടപ്പെട്ടത്? നല്ല സൂപ്പർ കവിള്. എടാ നീ ആ കവിൾ എടുത്തോ, ഞാൻ ഈ കവിൾ എടുക്കാം. അർജുനിലെ കോഴി ഇളകി എന്ന് മനസ്സ് വെച്ചാ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ജാസ്മിനെ വേണ്ട. ഋഷിയുടെ സാരി നഴിഞ്ഞു പോകുന്നു തോന്നുന്നുണ്ട്. വയറ് വെച്ച് കളിക്കണ നീ ഒരു കില്ലാടി തന്നെ. ഞാൻ നമ്മള് പാവപ്പെട്ട വീട്ടിൽ നിന്നല്ലേ, അപ്പൊ എല്ലാവരും അച്ചോടാ നന്ദന് വീട്ടിൽ പൈസ ഇല്ലേ? ഈ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നിനക്ക് നാണമില്ലേ? പൊന്നു നന്ദന് ബിഗ് ബോസ് ഷോയില് പൈസ ഉള്ളവനോ പൈസ ഇല്ലാത്തവനോ അങ്ങനെ ഒന്നും ഇല്ല. ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യും. കഴിക്കണ മാവില് കല്ലെറിയുള്ളൂ. പിന്നെ എത്ര PR ചെയ്താലും നല്ല കണ്ടന്റ് തരുന്നവരെ ആളുകൾ അംഗീകരിക്കും. അതുവരെ ഞങ്ങൾ കണ്ടോണ്ടിരുന്നോട്ടെ. ഞാനൊന്ന് ഋഷി ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ ഋഷിയുടെ ബസ്സർ അടിച്ചു. അപ്പൊ അഭിഷേക് നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഊരിയാ മതി, അത്ര നേരം കൂടി നിന്നെ എനിക്ക് കണ്ടോണ്ടിരിക്കാലോ. ഞാനില്ലേ വിളിക്കുന്നത്. ഫൈനൽ സംഭവം. വജ്രത്തിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ലാസ്റ്റ് ക്ലൂ
ഇതിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കിയിട്ട് അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യാം. ഞാനിത് വെച്ച സ്ഥലത്ത് അതുണ്ടോന്നൊന്ന് നോക്കിയിട്ട് വരാം. 3 എണ്ണം പോയി. സാബു സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു, എല്ലാവരും പുറകെ. ഹായ് ഹായ്, മഴ 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 മഴ. ഈശ്വര, ഇനി പാട്ട് കേൾക്കുമ്പോ ഈ വൃത്തികെട്ട സൗണ്ട് ഓർമ്മ വരുമല്ലോ, ആ പാട്ടിന്റെ ഫീലും കളഞ്ഞു. ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട. അങ്ങനെ അവസാനം ആ നിമിഷം വന്നത് വേറൊന്നുമല്ല, അതിഥികൾ പടിയിറങ്ങുന്നു. അതിഥികളും വെളിപ്പെടുത്തേണ്ട. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഡയമണ്ട് എവിടെയാന്ന് പറയണ്ടാ. എനർജി, പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ എല്ലാരും കണ്ടത്. ശരിക്കും പോസിറ്റീവ് വൈബ് തന്നെയാണ് കിട്ടിയത്. രസമുള്ള മനുഷ്യരാണ്. ഉള്ളത് പറയാലാ, ആരെയും വെറുപ്പിക്കാതെ പക്ഷെ എല്ലാവരോടും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ചലഞ്ചേഴ്സ് ആയിരുന്നു ഇത്തവണ വന്നത്. ഓർമ്മകളുമായിട്ട് വീണ്ടും ഇവിടുന്ന് പടിയിറങ്ങും. കഴിഞ്ഞ സീസണില് ഇവരെ കൊണ്ടുവരണം എന്നായിരുന്നു എന്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് അവർക്ക് ഒരു സമ്മാനം കൊടുത്തു. അപ്പൊ അവർ അത് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കാണിച്ചു. ഇനി നിങ്ങൾ ഇതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് സാബു ചേട്ടനും ചേച്ചി അത് പൊട്ടിച്ച് കാണിച്ചു. ജാസ്മിൻ, അയ്യോ എന്റെ ഫോട്ടോ, എന്റെ ഹഗ്ഗയുടെ ഫോട്ടോ, എനിക്ക് വയ്യ. അപ്പൊ അതിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. ഈ ബിഗ് ബോസിൽ അവർ വന്നപ്പോ ഉള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ചേർത്തൊരു ഫ്രെയിം. അല്ല സർ ചേച്ചി, ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ? എല്ലാവരോടും യാത്ര പറഞ്ഞു. ജിൻഡു ഇപ്പൊ കരയും. ഞാൻ അതിലേക്ക് ഇറങ്ങിയില്ല. ഷോ, എന്തിന് കെയറിങ് നന്ദനക്ക്. എന്റെ പൊന്നപ്സര എന്ത് വെറുപ്പിക്കലാണ്. എല്ലാരും കൂടെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ നിരന്ന് നിൽക്കുക. അതിന് സാബു ചേട്ടൻ വജ്രത്തിന്റെ ക്ലൂ പറഞ്ഞു കൊടുത്ത്. നനവുള്ള സ്ഥലത്തുണ്ട്, വെളിച്ചമില്ലാത്ത സ്ഥലത്താണ്. നനവുള്ള സ്ഥലം, വെളിച്ചമില്ലാത്ത സ്ഥലം. അവിടേക്ക് എങ്ങനെ വെക്കണേ? അല്ല, ഫ്രിഡ്ജാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ തെറ്റിയിരിക്കേണ്ട ആവശ്യമില്ല. അർജുന് ബുദ്ധിയുണ്ട്. അർജുൻ നേരെ പോയി ഫ്രിഡ്ജിൽ തപ്പി. സായി നൈസായിട്ട് എന്താണ് ഇവിടെ നോക്കണേ എന്ന് പറഞ്ഞ് നോക്കി 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 സായിക്ക് ഐറ്റം കിട്ടി. സായി ഇതും കൊണ്ട് റൂമിലെത്തി ഡയമണ്ട് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കും. ബൈ ദ ബൈ, ശ്രീരേഖ ചേച്ചി ഈ ആഴ്ച പോകും. വെറുതെ എന്തിനാ അവർക്ക് കൊടുക്കുന്നേ? ബിഗ് ബോസ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് കൺഫെഷൻ റൂം വിളിക്കുന്നത്. ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിൽ വിളിക്കോ? അതെന്റെ ബിഗ് ബോസ് എല്ലാവരെയും ലീവിംഗ് റൂമിൽ നിരത്തിരുത്തി സായിനോട് ചോദിച്ചു, സായി എന്ത് സീക്രട്ടാണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? സായി, എന്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് ഇന്ത്യയിലുണ്ട്. അതിന് ഇത് ഞാൻ പറയാൻ പറഞ്ഞില്ലല്ലോടാ മണ്ട. ഇതിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചില്ലല്ലോ. സായി പറഞ്ഞില്ലേ, പിന്നെ എന്തിന്റെ സീക്രട്ട് എന്ന് ചോദിച്ചേ? അയ്യോ, എല്ലാ പ്ലാനും പൊളിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല, ഇനിയും പ്ലാൻ ഇടാ ബിഗ് ബോസ്. സായി, ഈ പ്ലാൻ പൊളിഞ്ഞാൽ കുഴപ്പമില്ല, എന്റെ വേറെയും പ്ലാൻ ഉണ്ട്. പ്ലാൻ ഇട്ടോളൂ. ഓൾ ദി ബെസ്റ്റ്. സായി, ഞാൻ ബുദ്ധിമാൻ തന്നെ. എന്നെ കൊണ്ട് ഞാൻ തോറ്റി. മാണ്ടൻ സായി, അത് കയ്യിലും പിടിച്ചോണ്ട് ഇരുന്നാ മതി. എന്നിട്ട് അത് വിളിച്ചും പറഞ്ഞ് എല്ലാരും അറിയിച്ച്. ബുദ്ധിമാനാന്ന് വിചാരം നിന്റെ. സിറ്റിംഗ് പൊസിഷൻ. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ടാസ്ക് ഇതായിരുന്നു, ഇപ്പുറത്ത് കുറെ കൊടി ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് ഒരു ഹോൾഡർ ഇരിക്കുന്നുണ്ട്, 4 കട്ടയുണ്ട്. ഈ കട്ടയിൽ മാത്രം ചവിട്ടി കട്ട എടുത്തു വെച്ച് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് ഈ കൊടി ആ ഹോൾഡറിൽ കുത്തുക. കൊടി വായ വെച്ച് കടിച്ചു പിടിച്ച് വേണം കട്ട നീക്കി വെക്കുക. എഴുന്നേൽക്കാൻ പാടില്ല. വിധികർത്താവ് ശ്രദ്ധിക്കുക. അങ്ങനെ മത്സരം തുടങ്ങി. നമ്മുടെ നന്ദനയും ശ്രീരേഖയും ശരണ്യമാണ് ഇതിൽ മത്സരിക്കുന്നത്. ശ്രീരേഖയും ശരണ്യയും എനിക്ക് നിന്നും പറഞ്ഞ് ഋഷി അവരെ ഫസ്റ്റ് തൊട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ശ്രീരേഖ അത് മൈൻഡ് ചെയ്യാണ്ട് ബിഗ് ബോസ് പറയട്ടെ എന്നോട്, എന്നാലും ഞാൻ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് പിന്നെയും വെച്ച് ഹോൾഡറിന്റെ അടുത്ത് എത്തിയപ്പോ ഋഷി പറഞ്ഞത് പറ്റില്ല, ഫസ്റ്റ് തൊട്ട് വന്നാലേ പറ്റുള്ളൂ. നല്ല മത്സരം. ഇങ്ങനത്തെ മത്സരങ്ങൾ ഇനിയും കാണിക്കണം. ആരൊക്കെ അറിയണേ? ശ്രീരേഖ ചേച്ചി, അയ്യോ മാസിന് പിടിച്ചേ. വളരെ ഉത്തമമായ ഒരു ടാസ്ക് ആണ്. ഈ ടാസ്ക് കഴിഞ്ഞ് പലവർക്കും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. ലാസ്റ്റ് കുത്തിയിരുന്ന് കട്ട നീക്കി അവസാനം നമ്മുടെ നന്ദന ഈ കളിയിൽ 3 ഫ്ലാഗ് കുത്തി വിജയിച്ചിരിക്കുന്നു. ഇപ്പൊ ടീം ഡെന്നിന്ന് തുടങ്ങാം.
അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ ആയിരുന്നു. അപ്സര ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്ത്. അപ്സര നന്നായി ചെയ്തു ആരെ പറയണ? അൻസിബിയാ? ശരിക്കും പിന്നെ ഓപ്ഷൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. രശ്മിനെ നല്ല നന്ദിയുള്ള തീരുമാനം. അനോണിമസ് ആണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാൻ നല്ലത്. എനിക്കതൊരു ഷേ നോറ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞു. ഓളാ വിളിക്കുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ഉള്ളത് പറഞ്ഞ ജാസ്മിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജാസ്മിനെ ജയിലിലിടേണ്ട ഒരു ആവശ്യമില്ല. ജാസ്മിനാണ് ചുമ്മാ ജാസ്മിൻ എടുത്ത് ജയിലിലിട്ട് അവൾക്ക് സിമ്പതി ഉണ്ടാക്കി കൊടുക്കാനുള്ള അടവ് ഇത്. അതുകൊണ്ട് എനിക്ക് പവർ റൂമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പവർ റൂമിന്റെ അടിമയായിട്ട് നിൽക്കുന്നത് ജാസ്മിൻ ഓൺ ഫയർ പോലെ എനിക്ക് തോന്നിയ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു. ഋഷി അവന് നിന്നെ നോമിനേറ്റ് ചെയ്തോ, നീ എന്തിനാടി എന്നെ ചീത്ത പറയണേ? സിജോനെ തോന്നിണ്ടായിരുന്നു. സോ അതിനാണ് സിജോ. പിന്നെ ബാക്കി എല്ലാവരും ഋഷീനെ തന്നെ നോമിനേറ്റ് ചെയ്തു. നമ്മുടെ ശ്രീതു മാത്രം നമ്മുടെ സിജോ ചേട്ടനെ നോമിനേറ്റ് ചെയ്തു. ഋഷിയാണ് സീസൺ 6 ഏറ്റവും വേസ്റ്റ് ആയി. ഋഷി ഇപ്പൊ കരയും കുഞ്ഞുബാവ. അപ്പൊ അവള് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഏൽപ്പിച്ച് വിടാണെങ്കിൽ അത് ഓക്കെയാണ്. ജിൻഡോ ചേട്ടൻ എന്ന് പറയാൻ കേട്ടോ, കേട്ട് നോക്കാം. ബാക്കിലോട്ട് പോ എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കിൽ വിഷമം വന്നു. ഗെയിമിന്റെ ഇടയ്ക്ക് ശരണ്യനെയും ശ്രീരേഖേനെയും ഏൽപ്പിച്ച് വിട്ടത് അൺഫെയർ ആയിരുന്നു എന്നാണ് ജിൻഡോ പറയുന്നത്. ഒരു കാരണവശാലും അത് ഫെയർ ഗെയിം അല്ല. ചങ്കി തട്ടി പറയണം. ആദ്യം എന്റെ തന്നെ ജഡ്ജ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തൊട്ട് ചെയ്യിപ്പിക്കാൻ പറയേണ്ടതായിരുന്നു. പക്ഷെ ഇത്രയും ദൂരം വന്ന ശേഷം അത് പറഞ്ഞത് മോശം. ഒറ്റ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു ബിഗ് ബോസ്. അങ്ങനെ ഋഷീനെ ജയിലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഋഷി ബി ലൈക്ക് ബിഗ് ബോസേ ഞാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് കടന്നോളാട്ടോ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ശിക്ഷ വേണ്ടേ? നിന്റെ ശിക്ഷ വേറൊന്നുമല്ല. ഞാൻ ജാസ്മിൻ അങ്ങനെ നീ ഒറ്റയ്ക്ക് കിടക്കണ്ട, നിനക്കുള്ള ജയിൽ ശിക്ഷയാണ് ഞാൻ. നീ നിന്റെ കാര്യം അൻസിബ നീ പറഞ്ഞത് ഭയങ്കര കറക്റ്റാടാ, കറക്റ്റാണ്. ഇത് ഭയങ്കര അടിയപ്പെട്ടവന്. ജിൻഡോ ഋഷിക്ക് നല്ല അടിയായി പോയില്ലടാ. സിജോ എനിക്ക് ചിരി വന്നു. അയ്യോ രശ്മി എന്തിനാ ഇപ്പൊ ഇവിടെ ജാസ്മിന്റെ അടുത്ത് വന്ന് നിക്കണം? നീയൊക്കെ കൂടിയല്ലേ നോമിനേറ്റ് ചെയ്തേ? എനിക്ക് പറയാനുള്ള അർഹത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സോറി. നോറ അങ്ങോട്ട് വന്നു, ജാസ്മിനോട് സോറി പറഞ്ഞു. പക്ഷെ ജാസ്മിൻ നോറയെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഗബ്രിയുടെ കട്ടലിലേക്ക് പോയി. ഓക്കെ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് നോറ ഇനി ഇത് എന്റെ തലയിലാവൂലോ. ചെയ്തു പോയി. രശ്മിൻ ഞാൻ സേഫാ, നിങ്ങള് 3 പേര് ഡിസിഷൻ എടുത്തുന്ന ജാസ്മിൻ വിചാരിക്കുള്ളൂ. പാവൻ നോറായിട്ട് തലേ തന്നെ കുറ്റം കിട്ടി. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ അതെനിക്ക്. അത് കഴിഞ്ഞ് നോറയും രശ്മിനും ബെഡ്റൂമിൽ പോയിരുന്ന് ഈ ജയിൽ നോമിനേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ജാസ്മിൻ ഇടണ്ടായിരുന്നു, ജിൻഡോന് ഇട്ടാൽ മതിയായിരുന്നു, അതാണ് ഇതാണ് നീ പറയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാക്കി 2 കണ്ടസ്റ്റൻസ്, അതായത് അൻസിബേനെയും അഭിഷേകിനെയും കുറ്റം പറയാം. സ്പോൺസർ ടാസ്ക്. അത് കഴിഞ്ഞൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. ശരിക്കും സ്പോൺസറിനെയൊക്കെ കിട്ടിയോ? സത്യമായിട്ടും ഡോമെക്സ് ടോയ്ലറ്റ് ക്ലീനർ. പുറത്തുനിന്നുള്ള സ്പോൺസർ ഒന്നല്ല, ഓൾറെഡി പൈസ കൊടുത്ത അവിടെ പരസ്യമുള്ള സ്പോൺസർ തന്നെയാ. ടീമിൽ നിന്ന് ഒരാൾ ബദ്ബു കിങ് ആവുക. ബദ്ബുവോ? എന്നിട്ട് സാധനം ഹായ് വാട്ടർ ഗൺ. മത്സരം ഇതായിരുന്നു. 2 ടീമായി തിരിയുക, കുറച്ച് പേര് ക്ലോസറ്റിൽ കയറി ഇരിക്കുക, നടുക്ക് നിൽക്കുന്ന ആള് നമ്പർ പറയുന്നതിനനുസരിച്ച് ഇവർ പൊന്തി ഒരു ഹുക്കിൽ എന്തൊരു സാധനം തൂക്കിയിടുക. ഇവർ പൊന്തുമ്പോൾ വാട്ടർ ഗൺ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവർ തൂക്കിയിടുന്ന പോയിന്റ് കൂട്ടില്ല. 3 ദിവസം വരെ 3 ദിവസം വരെ ദുർഗന്ധം ഉണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞുണ്ടാവോ? 3 ദിവസം വരെ ഡോമെക്സ്. അങ്ങനെ 2 പേരും കളിച്ചു, ഒരു ടീം ജയിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട്, എപ്പിസോഡ് 63ന്റെ റിയാക്ഷനുമായിട്ട്, ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ റിയാക്ഷനായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ